എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് തോമസ് എന്നാണ്. കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇഷ്യൂസ് നിലനിൽക്കെ നമ്മൾ കുറച്ച് റിസർച്ചസ് നടത്തിയായിരുന്നു. ആ റിസർച്ചിൽ ചില കാര്യങ്ങൾ കോണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ് നിന്ന് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സിന് ആ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റി. ആ ഇൻഫർമേഷൻസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് തോമസ് എന്നാണ്. നമ്മൾ ഈ ചാനലിൽ ഓൺടർപ്രണർഷിപ്പ്, ഫൈനാൻസ്, എക്കണോമിക്സ് ഇങ്ങനത്തെ പല കോണ്ടന്റാണ് നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനലിൽ കോണ്ടന്റ് കാണുക, നിങ്ങൾക്ക് ചാനൽ വാല്യൂ ആഡ് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്ട്രേറ്റ് അവേ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളി കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ കോണ്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് മാത്രം നിങ്ങൾ കോമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഇതിനെക്കുറിച്ചുള്ള ഫുൾ റിപ്പോർട്ട് നമ്മളൊരു PDF ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 1 ഷോട്ട് PDF റെഫറൻസിലേക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ള സബ്സ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഐ വുഡ് സജസ്റ്റ് യു ടു വാച്ച് ദി എൻറ്റയർ വീഡിയോ എനിവേ. സോ വെൽക്കം വൺസ് അഗൈൻ. അപ്പോൾ കോണ്ട് മ്യൂച്വൽ ഫണ്ട്സ് എന്താണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹൈഡ് ചെയ്യുന്നത്? ഒന്ന്, കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ ഇഷ്യൂ എന്നുള്ളതും ആ ഇഷ്യൂവിന്റെ ഇമ്പാക്ട് എന്താണെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് ഈ വീഡിയോയുടെ ടോപ്പിൽ കൊടുക്കാം. അത് കഴിഞ്ഞ കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിന്റെ അപ്ഡേറ്റ് വീഡിയോ കൂടി ചെയ്തായിരുന്നു. അതും ഈ വീഡിയോന്റെ ടോപ്പിൽ കൊടുക്കാം. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ കോണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഫ്രണ്ട് റണ്ണിംഗ് ഒരു ഇഷ്യൂ നടന്നായിരുന്നു. ഫ്രണ്ട് റണ്ണിംഗ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ഭയങ്കര ലാർജ് ആയിട്ട് സ്റ്റോക്സ് ബൈ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഫണ്ട് മാനേജേഴ്സോ ബ്രോക്കേഴ്സോ അതേ സ്റ്റോക്ക് തന്നെ ഫണ്ട് ഹൗസ് ബൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ബൈ ചെയ്യുന്നതിനാണ് ഫ്രണ്ട് റണ്ണിംഗ് എന്ന് പറയുന്നത്. അത് സെബി റെഗുലേഷൻ അനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കോണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കോണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഭയങ്കരമായിട്ടുള്ള റിട്ടേൺസ് തന്നിരിക്കുന്ന ഒരു ഫണ്ടാണ്. ഇൻഫാക്ട് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇത്രയും മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങി 1991 തുടങ്ങി ഇത്രയും നാളത്തെ ഹൊറൈസണിൽ ഏറ്റവും 1 ഇയർ 3 ഇയർ ഹൊറൈസണിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തന്നിരിക്കുന്ന ഫണ്ട് ഹൗസ് എന്ന് പറയുന്ന കോണ്ടാണ്. അതിന്റെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ആ റിട്ടേൺസ് അവർ ജനറേറ്റ് ചെയ്തതെന്നും അതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ്, എല്ലാം ലീഗലി തന്നെയാണ് അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാക്ട് ഷീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലും ഇൻവെസ്റ്റേഴ്സ് ആരും ഫാക്ട് ഷീറ്റിന്റെ കാര്യങ്ങളൊന്നും നോക്കാറില്ല. അപ്പോൾ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത് ഏതൊരു ഫണ്ട് ഹൗസ് ആവട്ടെ, അവരുടെ ഏതൊരു ഫണ്ടും ആവട്ടെ, ആ ഫണ്ടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ക്യാപ്സ്യൂൾ ഫോർമാറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ കീ ഇൻഫർമേഷൻ മെമ്മറാൻഡം എന്ന് പറയുന്ന ഡോക്യുമെന്റും കൂടിയുണ്ട്. അപ്പോൾ ഫാക്ട് ഷീറ്റിൽ അതൊരു ക്യാപ്സ്യൂൾ ഫോർമാറ്റിലാണെങ്കിൽ കീ ഇൻഫർമേഷൻ മെമ്മറാൻഡം എന്ന് പറയുന്ന ഡോക്യുമെന്റിനകത്ത് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും. കീ ഇൻഫർമേഷൻ മെമ്മറാൻഡം ഒരു ഫണ്ട് ഹൗസിന്റെ 500 പേജ് ഒക്കെ ചിലപ്പോൾ കാണും. പക്ഷേ അതിന്റെ ഒരു ക്യാപ്സ്യൂൾ ഫോർമാറ്റാണ് ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ട് ഷീറ്റ് നിങ്ങൾക്ക് നോക്കി വായിക്കാൻ കൂടുതലും ഇൻവെസ്റ്റേഴ്സ് നോക്കി വായിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഹിഡൻ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചാൻസസും ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കോണ്ടിന്റെ ഫാക്ട് ഷീറ്റിന്റെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും വേറൊരു ടിപ്പിക്കൽ ഒരു റെഫറൻസ് മെറ്റീരിയലിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട്സിന്റെ ഫാക്ട് ഷീറ്റും കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് ഫാക്ട് ഷീറ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് കോണ്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഹൈഡ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്ട്രേറ്റ് അവേ നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. സ്ക്രീനിനകത്ത് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടക് എമേർജിംഗ് ഇക്വിറ്റി എന്നൊരു ഫണ്ടാണ്. ഇതാണ് കോട്ടക്കിന്റെ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത്. ക്ലോസ് ടു 123 പേജസ് ഉണ്ട്. ഇവിടെ 123 പേജസ് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് സേക്കിന് മാത്രം എടുത്തിരിക്കുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത്. കോട്ടക് ഫ്ലെക്സി ക്യാപ് ഫണ്ട് നിങ്ങൾ കാണുന്ന പോലെ, അതുപോലെ തന്നെ കോട്ടക്കിന്റെ എമേർജിംഗ് ഇക്വിറ്റി ഫണ്ട് എന്നൊരു ഫണ്ട് കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതിനകത്ത് ഈ ഏരിയ കണ്ടോ, ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് റെഗുലർ പ്ലാനിലും ഡയറക്റ്റ് പ്ലാനിലും എന്താണ് എക്സ്പെൻസ് റേഷ്യോ എന്നുള്ളത് കോട്ടക്ക് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ആ ഫണ്ടിന് എത്ര എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മുടെ ആണല്ലോ. അത് പറഞ്ഞു തരേണ്ട റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഹൗസിനുണ്ട് താൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സാധനം ഇത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള സെബിയുടെ റെഗുലേഷൻ, ഇതേ സാധനം കോണ്ട് മ്യൂച്വൽ ഫണ്ട് എന്താണ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഫാക്ട് ഷീറ്റ് ആണ് അല്ലേ. അപ്പോൾ കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഫാക്ട് ഷീറ്റ് 73 പേജ് ഫാക്ട് ഷീറ്റ് ആണ്. കോണ്ട് ആക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫണ്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് അവർ എക്സ്പെൻസ് റേഷ്യോ കൊടുത്തിരിക്കണേ നോക്കാം. ഇതിനകത്ത് നമുക്ക് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് നോക്കൂ, എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ക്ലിക്ക് ഹിയർ എന്ന് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. കോട്ടക് മ്യൂച്വൽ ഫണ്ടിന് നമുക്ക് മനസ്സിലായി എക്സ്പെൻസ് റേഷ്യോ വളരെ ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒന്നുകൂടി എടുക്കാം. ഇപ്പം ഇതിനകത്ത് കേട്ടോ എക്സ്പെൻസ് റേഷ്യോ വളരെ ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ കോണ്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർ ചുമ്മാ ക്ലിക്ക് ഹിയർ, ഇവിടെ ഇത് നോക്കൂ, എക്സ്പെൻസ് റേഷ്യോ ക്ലിക്ക് ഹിയർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ക്ലിക്ക് ഹിയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ക്ലിക്ക് ഹിയർ ചെയ്തു, ഓപ്പൺ ഇൻ സഫാരി, വീണ്ടും കണ്ടോ വേറെ എന്തോ ഒരു പേജിലേക്ക് എത്തി.
ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ, മന്ത്ലി പോർട്ട്ഫോളിയോ, എന്തൊക്കെയോ. ഒരു നോർമൽ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഓൾറെഡി ആ ഇൻവെസ്റ്റർ കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെയാണ് ഇത് നോക്കണേന്ന്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ താഴത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും 2024, 2023 എന്തൊക്കെയോ കൊടുത്തിരിക്കും. നമുക്ക് 2024 എടുക്കാം. 2024 കഴിയുമ്പോൾ വീണ്ടും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഓഗസ്റ്റ് എന്നൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ എടുക്കാം. സെപ്റ്റംബർ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഫയൽ വരും. ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ആയി വരുന്നുണ്ട് കേട്ടോ. ഇതാണ്. അപ്പോൾ ഇത്ര എല്ലാ ഫണ്ട്സിൻ്റെയും ഒരുമിച്ചുള്ള ഒരു എക്സ്പെൻസ് റേഷ്യോ, അതും ക്ലിയർ ആയിട്ടല്ല അവിടെ കൊടുത്തിരുന്നത്. റെഗുലർ, അഡീഷണൽ എക്സ്പെൻസ്, വീണ്ടും അഡീഷണൽ GST, അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് രീതിയിലാണ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു ഇൻവെസ്റ്ററിനെ അപേക്ഷിച്ച് കൊടുത്തുള്ളൂ അയാൾ എന്ത് എക്സ്പെൻസ് റേഷ്യോ ആണ് അയാൾ ഇൻകർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഫാക്ട് ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടില്ല. ഈ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ആഡാണ് തോന്നിയുകൊണ്ടാണല്ലോ നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു എക്സ്പെൻസ് റേഷ്യോ കാണിക്കുക എന്നുള്ളത് സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച് ഏത് മ്യൂച്വൽ ഫണ്ട്സിന്റെയും ധാർമ്മികമായ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ സെബിയുടെ റെഗുലേഷൻ, ഇപ്പോൾ സെബിയുടെ ഓഡിറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺ മ്യൂച്വൽ ഫണ്ടിൽ. അത് അവർ ഡെഫിനറ്റ്ലി ഇത് പിക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ ഇനി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നെറ്റ് അസെറ്റ് വാല്യൂയിലേക്ക് പോകാം. അതായത് ഏതൊരു മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു ഫണ്ടിന്റെ പ്രൈസിങ്, സ്റ്റോക്കിന്റെ പ്രൈസ്, സ്റ്റോക്ക് 100 rupees എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ എക്സ്പെൻസ് ആണ്, അതിന്റെ പ്രൈസ് ആണ്. എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര യൂണിറ്റ്സ് കിട്ടും എന്ന് മനസ്സിലാക്കുന്നതാണ്. അതിന്റെ വീണ്ടും നമുക്ക് കമ്പയർ ചെയ്യാം കോട്ടക് വേഴ്സസ് കോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ കാണുന്നത് കോട്ടക്കിന്റെ വീണ്ടും കോട്ടക് AMCയുടെ എമർജിംഗ് ഇക്വിറ്റി ഫണ്ടിന്റെ ഫാക്ട് ഷീറ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ താഴത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും NAV വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടാണ് NAV എന്ന് പറയുന്നത്. റെഗുലറിന്റെ എന്താണ്, ഡയറക്റ്റിന്റെ എന്താണ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കോണ്ടിലേക്ക് പോവാം. ഇനി കോണ്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും NAV എന്ന് പറയുന്നത് വീണ്ടും ക്ലിക്ക് ഹിയർ ആണ് കേട്ടോ. വീണ്ടും നമ്മൾ അന്നത്തെ പോലെ വീണ്ടും കൺഫ്യൂഷൻ ആവാൻ പോവാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പറ്റും ഓപ്പൺ ഇൻ സഫാരി, വീണ്ടുംലേക്ക് ഓപ്പൺ ആയി, വീണ്ടും ലേറ്റസ്റ്റ് NAV വന്നു. അപ്പോൾ ഇവിടെയാണ് നമുക്ക് NAV കാണാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ ആക്റ്റീവ് ഫണ്ടിന് NAV, ഗ്രോത്ത്, ഡിവിഡൻറ്റ്, IDCWG എന്നൊക്കെ. ഒരു റെഗുലർ ഇൻവെസ്റ്ററിനെ നോക്കുമ്പോഴത്തേക്കും ഒരു ഹാഫ് നോളജ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഇവിടുന്ന് ഏത് NAV ആണ് എടുക്കണേന്ന് പോലും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ ഒരു സജഷനിൽ കോണ്ട് ഡെഫിനറ്റ്ലി അവരുടെ ഫാക്ട് ഷീറ്റിനകത്ത് കോട്ടക്ക് ഇൻക്ലൂഡ് ചെയ്യും. കോട്ടക്കല്ല, ഫോർ എക്സാമ്പിൾ ഏത് മ്യൂച്വൽ ഫണ്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും NAV എന്ന് പറയുന്നത് ഒരു വെരി ബേസിക് ഡീറ്റെയിൽ ആണ്. അതെന്താണെങ്കിലും ഫാക്ട് ഷീറ്റിന്റെ ഫ്രണ്ടിൽ കാണണം. അത് കോണ്ട് ഇംപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സജഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആയിട്ടൊരു കാര്യമാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്നുള്ള ഒരു പോയിന്റ് ആണ്. ഈ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം അവരൊരു സ്റ്റോക്ക്, എത്ര ടൈംസ് ഒരു സ്റ്റോക്ക് ബൈയും സെല്ലും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ടിപ്പിക്കലി ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഒരു മ്യൂച്വൽ ഫണ്ട് റൺ ചെയ്യുമ്പോഴത്തേക്കും ആ മ്യൂച്വൽ ഫണ്ടിൽ ഒരു 30 സ്റ്റോക്സ് ഉണ്ടാവും. ആ സ്റ്റോക്സ് ബൈയും സെല്ലും മ്യൂച്വൽ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണല്ലോ അവർ ചെയ്യുന്നത്. അത് കോണ്ടിനെ അപേക്ഷിച്ച് അത് ഭയങ്കര കൂടുതലാണ്. ബൈ സെൽ റേറ്റ് കോണ്ടിന് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കുന്നത്, വിച്ച് ഇസ് ഗുഡ് തിങ്. ദർ ഇസ് നോ ഡൗട്ട്. ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും അവർ വലിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ഈ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്താണെന്നുള്ളത്. അത് നമ്മുടെ ഫാക്ട് ഷീറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് അവിടെ കൊടുത്തിട്ടുണ്ടോ നമുക്ക് കാണാം. ഒരു പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ് ഐഡിയലി ആ ഫണ്ടിന്റെ എക്സ്പെൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റർ എന്നുള്ള രീതി നമുക്ക് മനസ്സിലാക്കണമല്ലോ. സ്ക്രീൻ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതാണ് ഏറ്റവും അവർ ഫുൾ കൊടുത്തിരിക്കുന്ന പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ കൊടുക്കേണ്ട സ്ഥലത്ത് അവർ കൊടുത്തിരുന്ന ഇൻഫർമേഷൻ. ഷാർപ്പ് റേഷ്യോ, ജെൻസർ റേഷ്യോ, R², ഡൗൺ സൈഡ് ഡീവിയേഷൻ, അപ്സൈഡ് ഡീവിയേഷൻ, ഡൗൺ സൈഡ് ക്യാപ്ചർ, അപ്സൈഡ് ക്യാപ്ചർ. എന്തെങ്കിലും മനസ്സിലായോ? ഒരു പ്രൊഫഷണൽ രീതിയിൽ പോലും നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇത് ഒന്നുകൂടെ ഒന്ന് നോക്കേണ്ട അവസ്ഥയാണ് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നോർമൽ ഇൻവെസ്റ്റർ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഈ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എത്രയുണ്ടെന്നുള്ളത്? ഇനി നമുക്ക് കോട്ടക്കിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ കോട്ടക് എമർജിംഗ് ഇക്വിറ്റിയുടെ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ 37.34% ആണെന്നുള്ളത് അവർ എഴുതിയിട്ടുണ്ട്. 37.34% ഉദ്ദേശിക്കുന്നത് 100 രൂപ ഉണ്ടെങ്കിൽ 30 രൂപ അവർ ബൈയും സെല്ലും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോണ്ടിന് അത് 200-300% ആണ്. അത് നല്ല കാര്യമാണ്, കാരണം റിട്ടേൺസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നല്ല കാര്യമാണ്. പക്ഷേ അത് കൊടുക്കുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇതും വളരെ ക്ലിയർ ആയിട്ട് ഈ ഫാക്ട് ഷീറ്റിൽ കാണുന്നില്ല. ഇനി ഏറ്റവും അവസാനം എന്ന് പറയുന്നത് PE ആണ്. അപ്പോൾ നമുക്ക് കോൺ മ്യൂച്വൽ ഫണ്ട് PE എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട്, ആ ഒരു പെർട്ടിക്കുലർ പോർട്ട്ഫോളിയോ, ഒരു 30 സ്റ്റോക്കുള്ള പോർട്ട്ഫോളിയോ ആണെങ്കിൽ ആ 30 സ്റ്റോക്കുള്ള പോർട്ട്ഫോളിയോ എത്ര എക്സ്പെൻസീവ് ആണ് എന്ന് മനസ്സിലാക്കുന്നതാണ് PE എന്ന് പറയുന്നത്. അത് നമുക്ക് കോൺ മ്യൂച്വൽ ഫണ്ട്സിൽ ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് കോട്ടക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് നോക്കാം. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് കോണ്ടാക്ട് ഫണ്ടിന്റെ ഫാക്ട് ഷീറ്റ്. അതിനകത്ത് ഇപ്പോൾ PE എന്ന് പറയുന്ന സാധനം എവിടെയുമില്ല. പ്രൈസ് ഏർണിങ്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഇതിനകത്ത് എവിടെയും നമുക്ക് കാണുന്നില്ല. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്, എക്സ്പെൻസ് റേഷ്യോ അത് കാണുന്നില്ല, NAV കാണുന്നില്ല, എക്സിറ്റ് ലോഡ് ഫൈൻ, ഫണ്ട് മാനേജർ ആരെന്ന് കാണുന്നുണ്ട്. പക്ഷേ PE എന്ന് പറയുന്ന സാധനം ഇപ്പോൾ അടുത്ത പേജിലേക്ക് വരുമ്പോഴത്തേക്കും കോണ്ട് ELSSന്റെ PE ഇതിലേക്ക് എത്തി.
അപ്പോൾ അത് കാണുന്നില്ല ഈ ഒരു കോണ്ട് ആക്റ്റീവ് ഫണ്ടിൻ്റെ. ഇനി കോട്ടക്കിൻ്റെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ, വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പി കാണുന്നുണ്ട് 36, എത്ര എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ പി എത്ര എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ഓൾ ടുഗദർ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ഇൻവെസ്റ്റേഴ്സിന് ആക്സസിബിലിറ്റി കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആക്കണത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വാല്യൂ ആഡ് ആയി എന്ന് ഞാൻ കരുതട്ടെ. ഈ വീഡിയോ ഈ കോണ്ട് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചുള്ള എല്ലാ റിസർച്ചും നമ്മളൊരു എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെ കോണ്ട് റിസർച്ചിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കോണ്ട് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി വേറെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ എൻക്വയറി ചെയ്യണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എൻ്റെ പേര് തോമസ് എന്നാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.